സംസ്ഥാനത്ത് ഇന്ന് 6591 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കണക്കുകൾ ലഭ്യമായിരിക്കുന്നു. ഇന്ന് 6591 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7375 പേർക്ക് ഇന്ന് രോഗമുക്തിയുണ്ട്. ഇന്നും രോഗികളെക്കാൾ കൂടുതൽ രോഗമുക്തി എന്നതാണ് ഏറ്റവും പ്രധാനം. 91,922 പേർ ചികിത്സയിലുണ്ട്. ഇതുവരെ 2,60,243 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53,901 സാമ്പിളുകൾ പരിശോധിച്ചു. അതിലാണ് 6591 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ കണക്കുകൾ വെച്ച് നോക്കിയാൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് തന്നെ പറയാം. കാരണം 53,000 പേരെ പരിശോധിക്കുമ്പോൾ 6591 പോസിറ്റീവ് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, പുതിയ കണക്കുകൾ വന്നിരിക്കുന്നു. ഇന്ന് 6591 പേർക്കാണ് രോഗം. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവാണ്. സാധാരണഗതിയിൽ തിങ്കളാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം കുറയുകയും ചൊവ്വാഴ്ച കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 4 ആഴ്ചയായി അതേ രീതിയിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇന്ന് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് തന്നെ ഉണ്ടായിരിക്കുന്നു. 6591 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതും 53,901 സാമ്പിൾ പരിശോധിച്ചു. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അത് 12% എത്തി നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ അതായത് 4 ദിവസം മുൻപ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 17 മുകളിൽ എത്തിയ സാഹചര്യത്തിൽ നിന്ന് വീണ്ടും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും 12 എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസവുമുണ്ട്. അതുകൂടാതെ ഒരു ജില്ലകളിലും 1000-ലധികം രോഗികളില്ല. എല്ലാ ജില്ലകളിലും 1000-ൽ താഴെ തന്നെയാണ് രോഗികൾ എന്നുള്ള ഒരു പ്രത്യേകതയും ഇന്നുണ്ട്. എന്തായാലും ജില്ലാ അടിസ്ഥാനത്തിൽ രോഗികളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ. തൃശ്ശൂർ ജില്ലയിൽ 896 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് 806 പേർക്കും മലപ്പുറത്ത് 786 പേർക്കും എറണാകുളത്ത് 644 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ആലപ്പുഴ 592 പേർക്കും കൊല്ലത്ത് 569 പേർക്കും കോട്ടയത്ത് 473 പേർക്കും തിരുവനന്തപുരത്ത് 470 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മുൻ ദിവസങ്ങളേക്ക് അപേക്ഷിച്ച് തിരുവനന്തപുരം കോവിഡ് കണക്കുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. മറ്റ് ജില്ലകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് 403 പേർക്കും കണ്ണൂരിൽ 400 പേർക്കും പത്തനംതിട്ടയിൽ 248 പേർക്കും കാസർഗോഡ് 145 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. വയനാട് 87-ഉം ഇടുക്കിയിൽ 72-മാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം. 24 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 1206 ഉയർന്നിട്ടുമുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ തിരികെ എത്തിയവർ. 5717 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. അതിൽ തന്നെ 707 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ള കാര്യവും നിലനിൽക്കുന്നു. സമ്പർക്ക രോഗികളിലും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിൽ 885 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 735 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് 692 പേർക്കും എറണാകുളത്ത് 438 പേർക്കും ആലപ്പുഴയിൽ 574 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 556 പേർക്കും കോട്ടയത്ത് 430 പേർക്കും തിരുവനന്തപുരത്ത് 324 പേർക്കും പാലക്കാട് 242 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ 372-ഉം പത്തനംതിട്ടയിൽ 195-ഉം കാസർഗോഡ് 139-ഉം വയനാട് 80-ഉം ഇടുക്കിയിൽ 55-ഉം പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉമേഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കോവിഡ് ഒരു കുറവ് കണക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അത് തുടർച്ചയായ ദിവസങ്ങളിലുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആശ്വസിക്കാവുന്ന സാഹചര്യമാണോ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ളത്? കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് ചെറിയ രീതിയിൽ ആശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ് ഉള്ളത്. കാരണം പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും പരിശോധന വലിയ രീതിയിൽ ഉയർന്നിട്ടില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നത് അത്തരത്തിൽ പരിശോധന ഉയരാത്തതല്ല. ICMR-ന്റെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം ഈ ഓരോ നെഗറ്റീവ് ആകുന്നവരുടെയും പോസിറ്റീവ് ആകുന്നവരുടെയും ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് വലിയ രീതിയിൽ കാലതാമസം വരുന്നു. ഒരാളുടെ ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രം 15 മിനിറ്റിലധികം എടുക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലെ ലാബുകൾ പോസിറ്റീവ് ആകുന്നവരുടെ വിവരങ്ങൾ മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞതായി തോന്നുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ പോലും കോവിഡ് രോഗികൾ കഴിഞ്ഞ ഒരാഴ്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ 11,000, അതായത് ഈ മാസം 10-ാം തീയതി 11,000-ലധികം കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നു തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് ആ സാഹചര്യം പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതിൻ്റെ പകുതി രോഗികൾ, അതായത് കഴിഞ്ഞ ദിവസം 5,000 ആയിരുന്നുവെങ്കിൽ അതൊന്ന് 6,000 ആണ്. എന്നാൽ പോലും
10,000 കടക്കുന്നില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. 2 തവണ മാത്രമാണ് 10,000-ത്തിലധികം കോവിഡ് രോഗികൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ കണക്കുകൾ ആശ്വാസം നൽകുന്നത്. ഉമേഷ്, അപ്പോൾ പോലും ഈ കണക്കുകൾ കുറയുന്ന ദിവസങ്ങളിൽ പോലും ഏതാണ്ട് 25 അടുത്ത മരണം ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് മുൻപുണ്ടായിരുന്ന മരണങ്ങളാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് കോവിഡ് മൂലമാണ് എന്ന സ്ഥിരീകരണം വരുമ്പോൾ മാത്രം അനൗൺസ് ചെയ്യുന്ന രീതിയാണ് സംസ്ഥാനം പിന്തുടർന്നു വന്നത്. അതുകൊണ്ടാകുമോ ഒരുപക്ഷെ മരണത്തിന്റെ എണ്ണം ഇപ്പോഴും 25 അടുത്ത് തന്നെ നിൽക്കുന്നത്? ശരി, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഉമേഷിലേക്ക് തിരിച്ചു വരാം. നേരത്തെ തന്നെ ഒരു സന്ദേശം നൽകാനുണ്ട് എന്ന പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ഉണ്ടായിരുന്നു. 6 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നത്. ഒരു സന്ദേശം നൽകാനുണ്ട് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. नमस्कार। कोरोना के खिलाफ लड़ाई में जनता कर्फ्यू से लेकर आज तक हम सभी भारतवासियों ने बहुत लंबा सफर तय किया है। समय के साथ आर्थिक गतिविधियों में भी धीरे धीरे तेजी नजर आ रही है। हम में से अधिकांश लोग अपनी जिम्मेदारियों को निभाने के लिए फिर से जीवन को गति देने के लिए रोज घरों से बाहर निकल रहे हैं। त्योहारों के इस मौसम में बाजारों में भी रौनक धीरे धीरे लौट रही है, लेकिन हमें ये भूलना नहीं है कि लॉकडाउन भले चला गया हो, वायरस नहीं गया है। बीते 7-8 महीनों में प्रत्येक भारतीय के प्रयास से भारत आज जिस संभली हुई स्थिति में है, हमें उसे बिगड़ने नहीं देना है और अधिक सुधार करना है। आज देश में रिकवरी रेट अच्छी है, फैटेलिटी रेट कम है। भारत में जहां प्रति 10 लाख जनसंख्या पर करीब 5,500 लोगों को कोरोना हुआ है, वहीं अमेरिका और ब्राजील जैसे देशों में ये आंकड़ा 25,000 के करीब है। भारत में प्रति 10 लाख लोगों में मृत्यु दर 83 है, जबकि अमेरिका, ब्राजील, स्पेन, ब्रिटेन जैसे अनेक देशों में ये आंकड़ा 600 के पार है। दुनिया के साधन संपन्न देशों की तुलना में भारत अपने ज्यादा से ज्यादा नागरिकों का जीवन बचाने में सफल हो रहा है। आज हमारे देश में कोरोना मरीजों के लिए 90 लाख से ज्यादा बेड्स की सुविधा उपलब्ध है। 12,000 क्वारंटाइन सेंटर्स है। कोरोना टेस्टिंग की करीब 2,000 लैब्स काम कर रही है। देश में टेस्ट की संख्या जल्द ही 10 करोड़ के आंकड़े को पार कर जाएगी। कोविड महामारी के खिलाफ लड़ाई में टेस्ट की बढ़ती संख्या हमारी एक बड़ी ताकत रही है। सेवा परमो धर्म के मंत्र पर चलते हुए हमारे डॉक्टर, हमारे नर्सिस, हमारे हेल्थ वर्कर्स, हमारे सुरक्षाकर्मी
और भी सेवा के भाव से काम करने वाले लोग इतनी बड़ी आबादी की निस्वार्थ सेवा कर रहे हैं। इन सभी प्रयासों के बीच ये समय लापरवाह होने का नहीं है। ये समय ये मान लेने का नहीं है कि कोरोना चला गया या फिर अब कोरोना से कोई खतरा नहीं है। हाल के दिनों में हम सब ने बहुत सी तस्वीरें, वीडियो देखे हैं जिनमें साफ दिखता है कि कई लोगों ने अब सावधानी बरतना या तो बंद कर दिया है या बहुत ढिलाई ले आए हैं। ये बिल्कुल ठीक नहीं है। अगर आप लापरवाही बरत रहे हैं, बिना मास्क के बाहर निकल रहे हैं, तो आप अपने आप को, अपने परिवार को, अपने परिवार के बच्चों को, बुजुर्गों को उतने ही बड़े संकट में डाल रहे हैं। आप ध्यान रखिए, आज अमेरिका हो या फिर यूरोप के दूसरे देश, इन देशों में कोरोना के मामले कम हो रहे थे, लेकिन अचानक से फिर से बढ़ने लगे हैं और चिंताजनक वृद्धि हो रही है। साथियों, संत कबीरदास जी ने कहा है, पक्की खेती देख के गर्व किया किसान, अजहू जोला बहुत है, घर आवे तब जान। अर्थात कई बार हम पकी हुई फसल देखकर ही अति आत्मविश्वास से भर जाते हैं कि अब तो काम हो गया, लेकिन जब तक फसल घर न आ जाए तब तक काम पूरा नहीं मानना चाहिए। यही कबीरदास जी कह के गए हैं। यानी जब तक सफलता पूरी न मिल जाए, लापरवाही नहीं करनी चाहिए। साथियों, जब तक इस महामारी की वैक्सीन नहीं आ जाती, हमें कोरोना से अपनी लड़ाई को रत्ती भर भी कमजोर नहीं पड़ने देना है। बरसों बाद हम ऐसा होता देख रहे हैं कि मानवता को बचाने के लिए युद्ध स्तर पर पूरी दुनिया में काम हो रहा है। अनेक देश इसके लिए काम कर रहे हैं। हमारे देश के वैज्ञानिक भी वैक्सीन के लिए जी जान से जुटे हैं। भारत में अभी कोरोना की कई वैक्सीन पर काम चल रहा है। इनमें कुछ एडवांस स्टेज पर है, आशास्पद स्थिति दिखती है। साथियों, कोरोना की वैक्सीन जब भी आएगी, वो जल्द से जल्द प्रत्येक भारतीय तक कैसे पहुंचे, इसके लिए भी सरकार की तैयारी जारी है। एक एक नागरिक तक वैक्सीन पहुंचे, इसके लिए तेजी से काम हो रहा है। साथियों, रामचरितमानस में बहुत ही शिक्षाप्रद बातें हैं, सीखने जैसी बातें हैं, लेकिन साथ साथ अनेक प्रकार की चेतावनियां भी हैं। जैसे रामचरितमानस में बहुत बड़ी बात कही गई है, रिपु रुज पावक पाप। रिपु रुज पावक पाप प्रभु अहि गनीय न छोट करी। अर्थात आग, शत्रु, पाप यानी कि गलती और बीमारी,
इन्हें कभी छोटा नहीं समझना चाहिए। जब तक इनका पूरा इलाज न हो जाए, इन्हें हल्के में नहीं लेना चाहिए। इसलिए याद रखिए, जब तक दवाई नहीं तब तक ढिलाई नहीं। त्योहारों का समय हमारे जीवन में खुशियों का समय है, उल्लास का समय है। एक कठिन समय से निकलकर हम आगे बढ़ रहे हैं। थोड़ी सी लापरवाही हमारी गति को रोक सकती है, हमारी खुशियों को धूमिल कर सकती है। जीवन की जिम्मेदारियों को निभाना और सतर्कता, ये दोनों साथ साथ चलेंगे, तभी जीवन में खुशियां बनी रहेगी। 2 गज की दूरी, समय समय पर साबुन से हाथ धुलना और मास्क लगाना, इसका ध्यान रखिए। और मैं आप सबसे करबद्ध प्रार्थना करता हूं, आपको मैं सुरक्षित देखना चाहता हूं, आपके परिवार को सुखी देना चाहता हूं। ये त्योहार आपके जीवन में उत्साह और उमंग भरे, ऐसा वातावरण चाहता हूं। और इसलिए मैं बार बार हर देशवासी से आग्रह करता हूं। मैं आज अपने मीडिया के साथियों से भी, सोशल मीडिया में जो सक्रिय हैं उन लोगों से भी बड़े आग्रह से कहना चाहता हूं कि आप जागरूकता लाने के लिए, इन नियमों का पालन करने के लिए जितना जन जागरण अभियान करेंगे, ये आपकी तरफ से देश की बहुत बड़ी सेवा होगी। आप जरूर हमें साथ दीजिए, देश के कोटि कोटि जनों को साथ दीजिए। मेरे प्यारे देशवासियों, स्वस्थ रहिए, तेज गति से आगे बढ़िए और हम सब मिलकर के देश को भी आगे बढ़ाएं। इन्हीं शुभकामनाओं के साथ नवरात्र, दशहरा, ईद, दीपावली, छठ पूजा, गुरु नानक जयंती समेत सभी त्योहारों की सभी देशवासियों को एक बार फिर से बहुत बहुत बधाई देता हूं। धन्यवाद। പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. കോവിഡ് ജാഗ്രത കൈവിടരുത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. എല്ലാവരും ഇതുവരെ കാണിച്ച ജാഗ്രത തുടർന്നും കൊണ്ടുപോകേണ്ടുന്ന കാലമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഉത്സവകാലം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തലുമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ലോക്ക്ഡൌൺ പോകാം, പക്ഷേ വൈറസ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടരുത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് ആശ്വാസകരമാണ്, മരണനിരക്കും നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് പ്രതിരോധം രാജ്യത്തിന്റേത് മികച്ച നിലയിലാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജ്യത്ത് 10,083 പേരാണ് മരിക്കുന്നത്. ലോകത്തെ സമ്പന്ന രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. 12,000 കേന്ദ്രങ്ങളിലായി ലക്ഷങ്ങൾ ടെസ്റ്റിംഗ് ജോലികൾ നടത്തുകയാണ്. മികച്ച സേവനമാണ് പരമമായ ധർമ്മം എന്ന മന്ത്രമാണ് ഡോക്ടർമാരെ നയിക്കുന്നത്. ഇപ്പോൾ ആശ്വസിക്കാനുള്ള സമയമല്ല, ലാഘവത്തോടെ പോകാനും കഴിയില്ല. മാസ്ക് ഇല്ലാതെ ആരും പുറത്തിറങ്ങരുത്, സാമൂഹിക അകലം പാലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാസ്ക് ഇല്ലാതെ ഇറങ്ങിയാൽ സ്വന്തം കുടുംബത്തിലുള്ളവരെയും കുട്ടികളെയുമാണ് കുഴപ്പത്തിലാക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ തുടർന്നു വന്ന ജാഗ്രത എല്ലാം തുടരണം എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രധാനമന്ത്രി നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദേശം വരുന്നത് പ്രതിദിന കണക്ക് രാജ്യത്ത് 50,000-ൽ താഴെ എത്തിയ ദിവസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത്. അത് രണ്ടാം വേവ്, പല രാജ്യങ്ങളിലും രണ്ടാം വരവ്, കോവിഡിന്റെ രണ്ടാം വരവ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ നയിക്കുമ്പോൾ അതുകൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകുന്നത്. വാക്സിൻ വരുന്നതുവരെ കോവിഡിനെതിരായ ജാഗ്രത ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞരും വാക്സിനായി കഠിന പ്രയത്നത്തിലാണ്. അത്
ചിലത് വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോവുകയാണ് അത്തരം പരീക്ഷണങ്ങൾ. മരുന്ന് എപ്പോൾ എത്തുന്നോ അപ്പോൾ മാത്രമേ ആശ്വാസവും എത്തൂ എന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഉത്സവങ്ങളുടെ കാലമാണ്, ഏറ്റവും ജാഗ്രത വേണ്ട സമയമാണ്. ജീവൻ രക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ശ്രദ്ധയോടെ മുന്നോട്ടു പോകുമ്പോൾ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത് കാണാം എന്ന് അദ്ദേഹം പറയുന്നു. അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയുമാണ് ഇപ്പോൾ വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. KP അഭിലാഷ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, കോവിഡ് ജാഗ്രത കൈവിടരുത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കം എങ്ങനെയാണ്? രേണുക, ലോക്ക്ഡൌൺ ഏതാണ്ട് പൂർണ്ണമായും പിൻവലിക്കുകയും ജനങ്ങൾ കൂടുതലായി ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉത്സവ സീസൺ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം 7ാം തവണയാണ് ഇത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഉത്സവ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിൽ അദ്ദേഹം ഏറ്റവും എടുത്തു പറഞ്ഞത് ജാഗ്രത കൈവിടരുത്. ലോക്ക്ഡൌൺ കാലാവധി കഴിഞ്ഞുവെങ്കിൽ പോലും ഈ ഉത്സവങ്ങൾ എന്നത് ആഘോഷത്തിന്റെ സമയമാണ്. പക്ഷെ ആ ആഘോഷത്തിൽ മതിമറന്നുകൊണ്ട് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടാൻ തയ്യാറാകരുത് എന്നും ഇപ്പോഴും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ട സമയമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ വാക്സിൻ ജനങ്ങളിലേക്ക് പൂർണ്ണമായും എത്തുന്നതുവരെ ഇത്തരം നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകണം. വാക്സിൻ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അടക്കം മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജ്യത്ത് കോവിഡ് രോഗത്തിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഏറെ ആശ്വാസകരമായ ഒന്നായാണ് പറയുന്നത്. അതിന് കാരണം ഈ വിഷയത്തിന്മേൽ ജനത പുലർത്തിയ ജാഗ്രത തന്നെയാണ്. 12,000-ഓളം ക്വാറന്റൈൻ സെന്ററുകളാണ് രാജ്യത്ത് ഉടനീളം ഉണ്ടായിരുന്നത്. 90 ലക്ഷം കിടക്കകൾ, ബെഡുകളായിരുന്നു രോഗികൾക്ക് വേണ്ടി സജ്ജീകരിച്ചത്. ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരായിരുന്നു ഓരോ ദിവസവും കോവിഡ് പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായി ഇരുന്നത്. ഇത് തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകരുത്. വാക്സിൻ നൽകുന്നത് വരെ ഇത്തരം നിയന്ത്രണങ്ങൾ തുടരണം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ പാളിച്ചയുണ്ടായെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ വിമർശനം നിർഭാഗ്യകരമെന്ന് രാഹുൽ ഗാന്ധി. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത്. വയനാട്ടിലെ കോവിഡ് പ്രതിരോധം തൃപ്തികരമാണെന്നും രാഹുൽ പറഞ്ഞു. നടൻ പൃഥ്വിരാജിന് കോവിഡ് സ്ഥിരീകരിച്ചു. ജനഗണമന എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് രോഗം പിടിപെട്ടത്. തുടർന്ന് പൃഥ്വിരാജ് കൊച്ചിയിലെ വീട്ടിൽ ക്വാറന്റീനിൽ പ്രവേശിച്ചു. ചിത്രത്തിന്റെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണി ഉൾപ്പെടെ മറ്റ് 4 പേർക്കും കോവിഡ് പോസിറ്റീവായതോടെ ചിത്രീകരണം താൽക്കാലികമായി റദ്ദാക്കി. മുഴുവൻ അണിയറ പ്രവർത്തകരെയും ക്വാറന്റീനിലാക്കി. ഈ മാസം 7-നാണ് കൊച്ചിയിൽ ചിത്രീകരണം തുടങ്ങിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. കോളേജിൽ ചികിത്സാ പിഴവുകൾ സ്ഥിരീകരിച്ച ഡോക്ടറും രംഗത്ത്. വെന്റിലേഷൻ ട്യൂബ് ഘടിപ്പിക്കാത്ത സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നജ്മ ന്യൂസ് 18 പറഞ്ഞു. അതേസമയം സർക്കാർ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗത്തെക്കുറിച്ച് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെക്കുറിച്ചുള്ള നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് ജൂനിയർ ഡോക്ടർ നജ്മയുടെ വെളിപ്പെടുത്തൽ. നഴ്സിംഗ് ഓഫീസറുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതെല്ലാം ശരിയാണ്. കോവിഡ് രോഗികളുടെ ഓക്സിജൻ മാസ്കുകൾ ശരിയായി ഘടിപ്പിക്കാത്തതിനെക്കുറിച്ചും വെന്റിലേറ്റർ ട്യൂബുകൾ ഓഫായതിനെക്കുറിച്ചും താൻ പരാതിപ്പെട്ടിരുന്നു. ചികിത്സാ പിഴവ് മൂലം കോവിഡ് രോഗി മരിച്ച സംഭവം ആശുപത്രിയിലെ സീനിയർ ഡോക്ടർക്ക് അറിയാമായിരുന്നുവെന്നും നജ്മ. അത് 100% സത്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഡ്യൂട്ടി ടൈമിലും ഇതേപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് 100% സത്യമായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സംഭവത്തിൽ ആശുപത്രി അധികൃതർ നഴ്സിംഗ് ഓഫീസർക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത്. എന്നാൽ ഒരാൾക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നത് ശരിയല്ലെന്നും ഡോക്ടർ നജ്മ പറഞ്ഞു. അവരുടെ അസോസിയേഷൻ വരെയും, അതായത് സിസ്റ്ററുടെ നഴ്സിംഗ് അസോസിയേഷൻ വരെയും എല്ലാ കുറ്റങ്ങളും ഈ സിസ്റ്ററിനെ എടുത്ത് ചാർത്തിയിട്ട് ബാക്കി എല്ലാവരും സേവ് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്ററെ കുരുതി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ്
കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്ന ഹാരിസ് മരിച്ചതെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ നേരത്തെ നൽകിയ വിശദീകരണം. അതേസമയം സർക്കാർ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗത്തിനെതിരെ സർക്കാരിന്റെ ഭാഗമായ ചില ആളുകൾ തന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. വീഴ്ചയുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വീഴ്ചയുണ്ടായി എന്ന ആരോപണം നിഷേധിച്ച് അധികൃതർ. വെന്റിലേറ്റർ ട്യൂബ് മാറിക്കിടന്നതല്ല കോവിഡ് രോഗബാധിതനായ ഹാരിസിന്റെ മരണത്തിലേക്ക് നയിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ഹാരിസിന്റെ ജീവൻ നിലനിർത്താൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലൈഫ് മിഷൻ കേസിൽ അടിയന്തര വാദം കേൾക്കണമെന്ന സിബിഐയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. സിബിഐ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാത്തതിനെയും കോടതി വിമർശിച്ചു. എതിർ സത്യവാങ്മൂലം സമർപ്പിച്ച ശേഷം കേസിൽ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. മകന്റെ ജോലിക്കാര്യത്തിനായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ UAE കോൺസുലേറ്റിൽ എത്തിയെന്ന് സരിത്ത്. കടകംപള്ളിയും KT ജലീലും പല പ്രാവശ്യം കോൺസുലേറ്റിൽ വന്നിട്ടുണ്ട്. കാന്തപുരം സംഭാവന സ്വീകരിക്കാനായി വന്നു. ഷാർജ ഭരണാധികാരിയെ ആചാരപ്രകാരം സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യയെ പഠിപ്പിച്ചെന്ന് സ്വപ്ന മൊഴി നൽകി. മന്ത്രിയെന്ന നിലയിൽ UAE കോൺസുലേറ്റിൽ 2 തവണ പോയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് കോൺസുലേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. മകൻ പോയത് ഖത്തറിലാണെന്നും മന്ത്രി പറഞ്ഞു. M. ശിവശങ്കറിന്റെ അസുഖം തട്ടിപ്പെന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ. ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം. ശിവശങ്കർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചാണ്. ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇതിന്റെ ഭാഗമായാണ്. അസുഖം തട്ടിപ്പാണെന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായി. വേദന സംഹാരി കഴിച്ചാൽ മാറാവുന്ന നടുവേദന മാത്രമാണ് ശിവശങ്കറിന് ഉണ്ടായിരുന്നത്. വക്കാലത്തൊപ്പിട്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങുമ്പോൾ ശിവശങ്കർ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനാണ് അസുഖം നടിച്ചത്. ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്നും കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. UDF ഭരണകാലത്ത് മന്ത്രിമാർക്ക് കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് LDF. 1 കോടി രൂപ ചെന്നിത്തലയുടെ ഓഫീസിലും 50 ലക്ഷം രൂപ കെ ബാബുവിന്റെ ഓഫീസിലും 25 ലക്ഷം VS ശിവകുമാറിന്റെ വീട്ടിലും എത്തിച്ചെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണ്. മുൻ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കോടികളുടെ കള്ളപ്പണ ഇടപാട് അന്വേഷിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നും LDF കൺവീനർ A. വിജയരാഘവൻ പ്രസ്താവനയിൽ പറഞ്ഞു. 1 കോടി രൂപ നൽകിയെന്ന ബാറുടമ ബിജു രമേശിന്റെ ആരോപണം നിഷേധിച്ച് രമേശ് ചെന്നിത്തല. ബിജു രമേശ് ആരോപിക്കുന്നത് പോലുള്ള സംഭവം ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ ആവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി ഡിസംബർ ആദ്യവാരം നടക്കും. ഓരോ ഘട്ടത്തിലും 7 വീതം ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഡിസംബർ 11 മുൻപ് പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കും വിധമാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിച്ച് മത്സരിക്കാൻ ധാരണയായതായി വെൽഫെയർ പാർട്ടി. UDF സംസ്ഥാന കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയിൽ പ്രാദേശികമായ ധാരണ ഉണ്ടാക്കാനാണ് തീരുമാനമെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയില്ലെന്ന് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ആവർത്തിച്ചപ്പോൾ പ്രാദേശിക സഖ്യമാകുന്നതിന് തെറ്റില്ലെന്നായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. പാലത്തായി കേസിൽ പുതിയ അന്വേഷണ സംഘം വേണമെന്ന ഹൈക്കോടതി. പീഡനത്തിനിരയായ കുട്ടിയുടെ അമ്മയുടെ ഹർജിയിലാണ് ഉത്തരവ്. 2 ആഴ്ചയ്ക്കകം അന്വേഷണ സംഘത്തെ നിയമിക്കണം. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകണം. നിലവിലെ അന്വേഷണ സംഘ തലവൻ പുതിയ സംഘത്തിൽ ഉണ്ടാവരുതെന്നും കോടതി നിർദ്ദേശിച്ചു. BJP പ്രാദേശിക നേതാവ് കൂടിയായ പ്രതി പത്മരാജൻ സ്കൂളിൽ വെച്ച് കുട്ടിയെ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ വിമർശിച്ച് ഹൈക്കോടതി. സാധാരണക്കാരെ പിഴിഞ്ഞ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയാണെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വിമർശിച്ചു. സാഹചര്യം മനസ്സിലാക്കുന്നതിന് പകരം സർക്കാർ സംഘടിത വോട്ട് ബാങ്കിനെ ഭയക്കുകയാണ്. കേരളത്തിൽ മാത്രം 4.5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നു. ശമ്പള പരിഷ്കരണത്തിൽ ഇടപെടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കർഷകർക്ക് ആശ്വാസമായി സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്നും നെല്ലെടുത്തു തുടങ്ങി. സപ്ലൈകോയുമായി ഇന്നലെ കരാറിലേർപ്പെട്ട സഹകരണ സംഘങ്ങളാണ് നെല്ല് സംഭരണം തുടങ്ങിയത്. ന്യൂസ് 18 പരമ്പരയെ തുടർന്നാണ് ഇടപെടൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.